ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൻ വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്നൊരു കൂട്ടാൻ തയ്യാറാക്കണമെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതിയാകും. ഞാനിവിടെ ഒരു ചേമ്പും ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു അരിനെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ആ പുളിയിൽ ജ്യൂസാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ മതിയാകും. ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. കുമ്പളങ്ങ പെട്ടെന്ന് വേവുന്നതാണല്ലോ. അങ്ങനെ 2 വിസിലാകത്തക്കവണ്ണം കുക്കർ അടച്ചു വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇളം മുരിങ്ങക്കായാണ്, മൂത്തതൊന്നുമല്ല. അതുകൊണ്ട് അത് പിന്നീട് ഇടുന്നുള്ളൂ. ഇതിലേക്കൊരു അരവ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയും അതുപോലെ 2 പച്ചമുളകും കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ജീരകം ഒന്നും ചേർക്കുന്നില്ല. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ ആ മുരിങ്ങക്കായയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും മുരിങ്ങക്കായ. കുക്കറിലിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് വലവലാന്നായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വേവിക്കുന്നത്. ആ മുരിങ്ങക്കായ വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. മുരിങ്ങക്കായയും ചേമ്പും കൂടെയുള്ള കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് കുമ്പളങ്ങയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വെള്ളരിക്ക എടുക്കാം. അതുപോലെ തന്നെ പുളിക്ക് പകരം തക്കാളി എടുക്കാം. എന്നിട്ട് ആ അരപ്പും കൂടെ നന്നായിട്ട് മിനുസമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാകും. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ തൈര് ഒഴിച്ചുകൊണ്ട് തന്നെ തിളയ്ക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് പതഞ്ഞ് വന്നാൽ മതിയാകും. നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്കൊരു വറവും കൂടി ഇടുന്നുണ്ട്. അതിലും ഞാൻ കറിവേപ്പില ഇടുന്നില്ല. കറിവേപ്പിലയൊക്കെ ഇട്ട് ആയിക്കഴിഞ്ഞാൽ അത് പുളിശ്ശേരിയുടെ മട്ടാവും. ഇതിപ്പോൾ കടുകും മുളകും മാത്രമേ വറുത്തിടുന്നുള്ളൂ. ഇത് 2 പുളി ചേരുന്നത് കൊണ്ടാണ് എരുളി എന്ന് പറയുന്നത്. ഇരുപുളി എന്നുള്ളതിനാണ് എരുളി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്